ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അതിനുശേഷം അത് രാഹുൽ ഗാന്ധിയും ശക്തമായ പ്രസംഗങ്ങൾ ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ BJP ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റാണ് സംശയത്തിനിടയാക്കിയത്. പ്രത്യേകിച്ച് 2020 അല്ലെ 2020 19 സീറ്റ് നൽകുന്നതും BJPക്ക് നല്ല വിജയ സാധ്യതയുള്ള ഇടങ്ങളിൽ. അതാണ് ഡീൽ ആരോപണത്തിന്റെ ഒരു തുടക്കം എന്നുള്ളത്. പക്ഷെ അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നതാകട്ടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ്, വടക്കേ ഇന്ത്യയിലേക്കാണ്. അവിടെ കോൺഗ്രസിൽ നിന്നുള്ള സംഭാവനകൾ BJPയിലേക്ക് പോകുന്ന സംഭാവനകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അവസാന മണിക്കൂറിലും പ്രസാദ് എത്രത്തോളം അത് പ്രതിഫലിക്കുന്നു? സ്മൃതി പറഞ്ഞതുപോലെ BJP CPM ഡീൽ ആരോപണം അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായതാണ്. അത് ഏറ്റവും അവസാന ദിവസവും KC വേണുഗോപാൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPയും CPM ചേർന്ന് കൈകോർക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നത്തിന് ചില കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. തുടക്കം മുതൽ തന്നെ തുടങ്ങിയ പ്രചരണമാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ്, കാട്ടാക്കട, കഴക്കൂട്ടം തുടങ്ങിയ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം CPM-ഉം BJPയും തമ്മിലൊരു ഡീലുണ്ട് എന്ന കാര്യം അതിശക്തമായി തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നെങ്കിൽ പോലും കുറച്ചുകൂടി ശബ്ദത്തിൽ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ ആനയും അമ്പാനും കൊട്ടും കുഴലും മേളമൊക്കെയാണ് നടക്കുന്നത്. അതായത് 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയല്ലേ പ്രസാദ്? അതന്നെയാണ് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ പേരൂർക്കടയിൽ 2 മണിക്ക് മുമ്പ് തന്നെ 3 മുന്നണികളും ശക്തമായി എത്തി തുടങ്ങി. നമുക്കിവിടെ കാണാം കെ മുരളീധരന്റെ ഭാഗമായി നിൽക്കുന്നവർ, പ്രശാന്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ, അതുപോലെ തന്നെ ശ്രീലേഖയുടെ ഭാഗമായി നിൽക്കുന്നവർ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു റോബോട്ടിക് ഗജവീരനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്ന ഒരു റോബോട്ടിക് ഗജവീരനെ എത്തിച്ചിരിക്കുന്നത് BJP-യാണ്. സാധാരണ ഇതില്ലാത്തതാണ്. കാശിനാഥൻ എന്നാണ് ഈ റോബോട്ടിക് ഗജവീരന്റെ പേര്. വലിയ ക്രെയിൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്രെയിനിന്റെ മുകളിൽ കയറി ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾ ഇവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. ഹൈഡ്രജൻ നിറച്ച കൂറ്റൻ ബലൂണുകൾ നമുക്കിവിടെ കാണാം. കെ മുരളീധരന്റെയും ശ്രീലേഖയുടെയും പ്രശാന്തിന്റെയും വലിയ ബലൂണുകൾ, ഹൈഡ്രജൻ ബലൂണുകൾ ഇവിടെ കാണാം. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ 3 മണിക്കാണ് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കുറച്ചും കൂടി നേരത്തെ 2 മണിക്ക് തന്നെ ആവേശത്തിലായി കഴിഞ്ഞു പേരൂർക്കട എന്നുള്ളതാണ്. പേരൂർക്കട വഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ചു. വളരെ അപൂർവം വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് കടത്തിവിടുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇതുവഴിയുള്ള വാഹനങ്ങൾ പൂർണ്ണമായി ഇവിടെ ഗതാഗതം ഒഴിവാക്കുമെങ്കിൽ മാത്രമേ മുഴുവൻ ആളുകൾക്കും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയൂ. ഇത് 3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് 3 മുന്നണികൾക്കും അവരുടെ കൊട്ടിക്കലാശത്തിനുള്ള സംവിധാനം ഇവിടെ പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു സംഘർഷമില്ലാതിരിക്കാനുള്ള മുന്നൊരുക്കം അത് പോലീസിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം ഒരു അരമണിക്കൂർ കഴിയുന്നതോടുകൂടി പേരൂർക്കട നഗരം പൂർണ്ണമായി 3 മുന്നണികളിലെ പ്രവർത്തകരെ കൊണ്ട് നിറയും. ദൃശ്യങ്ങൾ കാണും. പേരൂർക്കട ജംഗ്ഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കൊട്ടിക്കലാശത്തിന്റെ സെന്ററാണ്. 3 വഴികളിൽ നിറയുന്ന ഒരു വലിയ ആൾക്കൂട്ടമായി മാറും. അതായത് ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു അല്ലേ? 6 മണിക്കാണ് അതിന്റെ അവസാനം എന്ന് പറയുന്നത്. ഇപ്പോഴേ മേളം വന്നെങ്കിൽ നിറയും. അതെ. എല്ലാവരും ഉണ്ട് കേട്ടോ. ആനയുണ്ട്, എല്ലാം നിർമ്മിതമാണ്. ആനയുണ്ട്, കുരങ്ങനുണ്ട്, ചിമ്പാൻസി ഉണ്ട്, കൊട്ടുണ്ട്, മേളമുണ്ട്. അങ്ങനെ ആഘോഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. KSRTC ബസ്സുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറച്ച് സമയത്തേക്ക് ഇനിയുള്ളൂ. എത്രയും പെട്ടെന്ന് ഗതാഗത നിയന്ത്രണമൊക്കെ പ്രാബല്യത്തിൽ വരും. അതോടുകൂടി ഈ ആ മേഖല ആകപ്പാടെ മുഴുവനായും രാഷ്ട്രീയ മുന്നണികൾ കീഴടക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കടന്നു പോകും. പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൊട്ടിക്കലാശത്തിന്റെ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പേരൂർക്കടയിൽ നിന്നുള്ള തലസ്ഥാനത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രസാദ് നൽകുന്നത്. വേണമെങ്കിൽ പ്രതികരണം എടുക്കാം പ്രസാദ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ സംവിധാനങ്ങളെയും കൊണ്ടാണ് വരവ്. BJP, കോൺഗ്രസ്, CPM ഒന്നും വ്യത്യാസമില്ലാതെ നല്ല ഐറ്റംസ്
ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നതാണ്. ഇത് മാത്രവുമല്ല, പിറകിൽ നമ്മളൊരു ആനയെ കണ്ടു. ജീവനുള്ള ആന പോലെയുണ്ട്, പക്ഷെ ഇതൊരു റോബോട്ടിക് ഗജവീരനാണ്. തൊട്ടിപ്പുറം ഈ ചൂടത്ത് റോബോട്ടിക് ആനയെ കൊണ്ടുവന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതുപോലെ ആ ചൂടത്ത് ആ വേഷം കെട്ടി നിൽക്കുന്നവർ കഷ്ടമാണ്, അവരുടെ കാര്യം വലിയ കഷ്ടമാണ്. പ്രസാദ്, ആ ചൂടത്താണല്ലോ അവർ ഈ വേഷം കെട്ടി നിൽക്കുന്നത് വൈകിട്ട് 6 മണി വരെ. അത് തന്നെയാണ്. പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള ക്ഷീണമൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ പ്രദേശം മുഴുവൻ പ്രവർത്തകരെ കൊണ്ട് നിറയും. പിന്നീട് അങ്ങോട്ടേക്ക് ആവേശമാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നിൽക്കുന്നവരുടെ ആവേശം കൂടി ഒന്ന് പകർത്താം പ്രസാദ്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ആരായെന്ന് തോന്നുന്നു പ്രസാദ്. ഇപ്പോഴേ വന്നു നിൽക്കുന്നവരുണ്ട്. ഉറപ്പായും നമുക്ക് ഇവരോട് ചോദിക്കാവുന്നതാണ്. ഇവിടെ വാദ്യമേളങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. വാദ്യമേളങ്ങളുണ്ട്. വൈകിട്ട് 6 മണി വരെ പോട്ടെ. വൈകിട്ട് 6 മണി വരെ പോലെ പോട്ടെ. ആവേശം തന്നെയാണ്. കേൾക്കുന്നില്ല, കാരണം അത്രയും കയറുകയാണ് ആവേശം. അപ്പോൾ ക്ഷീണത്തെ മറികടക്കുന്ന ആവേശമാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആവേശ ചിത്രങ്ങൾ നമ്മൾ എത്തിക്കുകയാണ്. BJP ഡീലിന് പിന്നാലെ SDPI CPM ഡീൽ ആരോപണവും UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്.